ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മലയാളത്തിലെ പ്രശസ്ത സിനിമയായ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സീൻ എന്ന സിനിമയിൽ പുണ്യാളൻ പ്രാഞ്ചിയോട് പറയുന്ന ഒരു പഞ്ച് ഡയലോഗുണ്ട്. പ്രാഞ്ചി, എന്താണ് ജീവിതത്തിൻ്റെ വിജയവും പരാജയവും? ജയിച്ചു എന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണ്. തോറ്റു എന്ന് വിചാരിക്കുന്നവർ യഥാർത്ഥത്തിൽ തോറ്റവരാണ്. വിജയവും പരാജയവും ഒക്കെ ആപേക്ഷികമാണ്. ഇന്ന് സുവിശേഷം നമ്മുടെ മുന്നിലേക്ക് വെക്കുക ഏറ്റവും മനോഹരമായ ഒരു വചനങ്ങളാണ്. അഷ്ടസൗഭാഗ്യങ്ങളെന്ന് നമുക്ക് വിളിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 1 മുതൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പലയാവർത്തി കേട്ടതാണ്, ഹൃദയത്തിൽ നമ്മളത് സ്വീകരിച്ചതാണ്. ആദ്യ കുർബാന ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ നമ്മളത് പഠിച്ചതാണ്. ഒത്തിരി മഹാന്മാരെ പോലും ഈ വചനം കൊണ്ട് അതവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിലെ വാക്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ മലയിലെ പ്രസംഗങ്ങളാണ്, അഷ്ടസൗഭാഗ്യങ്ങളെന്ന്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 അധ്യായങ്ങളിലൊക്കെ നമുക്ക് ഈ മലയാള പ്രസംഗത്തെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയുക. ഈ അഷ്ടസൗഭാഗ്യങ്ങൾ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ഒരു ഹൃദയത്തിലൊരു ചിന്തയുണ്ട്, എന്താണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുക. ഈ ആത്മാവിൽ എന്താണ് ദാരിദ്ര്യം എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്നത്തെ ഒന്നാമത്തെ വായന സഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ഈ സഫാനിയ പ്രവാചകൻ്റെ പുസ്തകം ഈ 2-ാം അധ്യായത്തിൽ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നത് പ്രകാരമാണ്: കർത്താവിന് നിങ്ങൾക്കെതിരെയുള്ള കോപം മാറ്റാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള നീതിയും വിനയവും കൊണ്ട് അത് സാധ്യമാകും എന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുക, ആത്മാവിൽ ഉണ്ടാകുന്ന തിന്മകളെയൊക്കെ ഒന്ന് മാറ്റുക. അത് അഹങ്കാരമായിരിക്കാം, അസൂയയായിരിക്കാം, മറ്റുള്ളവരോടുള്ള വിദ്വേഷങ്ങളായിരിക്കാം. അങ്ങനെ ആത്മാവിൽ ഹൃദയത്തിൽ വലിയ അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ വലുതാണ് എന്ന് തോന്നുന്ന മേന്മകളൊക്കെ ഒന്ന് ലളിതപ്പെടുത്തുമ്പോൾ, ഹൃദയത്തിലൊരു വിനയം കൊണ്ടുവരുമ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രരായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സ്വർഗരാജ്യം സ്വന്തമാകുക എന്ന് പറയുക. അതുകൊണ്ടാണ് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുക: വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഇന്ന് സമ്പന്നരായിട്ട് കഴിയുന്നവർക്കൊക്കെ ഹൃദയത്തിൽ സമാധാനമുണ്ട്, ജീവിതത്തിൽ വിജയമുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ അംഗീകാരം കിട്ടി എന്ന് വിചാരിക്കുന്നവരൊക്കെ ജീവിതത്തിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ജീവിതം എന്ന് പറയുക ഒരു സംതൃപ്തിയുടെ ലെവലിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയുണ്ട്. ഈ നിരാശപ്പെട്ടു പോകുന്നവർ അല്ലെങ്കിൽ ജീവിതമൊക്കെ അവസാനിപ്പിക്കുന്നവർക്ക് പറ്റുന്ന അപകടങ്ങളിലൊന്ന് അവർക്ക് സംതൃപ്തി ഇല്ല എന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് സംതൃപ്തിപ്പെടണമെങ്കിൽ കർത്താവ് പറഞ്ഞ വചനങ്ങൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ സാധാരണ ഒരു മനുഷ്യൻ്റെ സ്ഥിതിയിൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ അത്ര സൗഭാഗ്യമൊന്നുമല്ല. കാരണം ദുഃഖിക്കുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവരൊക്കെ സൗഭാഗ്യമായിട്ടാണ് കർത്താവ് കാണുക. അതുകൊണ്ട് മനുഷ്യർക്ക് അത് സൗഭാഗ്യമല്ലായിരിക്കും. അവർക്കൊരു കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കും, ജീവിതത്തിൽ എളിമയുടെ കാര്യം എന്താണ്, ജീവിതത്തിൽ വിനയത്തിൻ്റെ അവസ്ഥകൾ എന്താണ് എന്നൊക്കെ. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായിട്ട് അത് മാറുക. പണ്ട് വായിച്ചൊരു കഥയുണ്ട്. ആ കഥ എപ്പോഴും ജീവിതത്തെ ചലഞ്ച് ചെയ്യുന്ന കഥയാണ്. ഇന്ന് അത് പലപ്പോഴും ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഓർമ്മപ്പെടുത്തലാണ് ആ കഥ. കഥ ഇപ്രകാരമാണ്: ഒരു അപ്പനും അമ്മയ്ക്കും 2 മക്കളുണ്ട്. ഒരു മകൻ നല്ലവണ്ണം പഠിക്കും, കൃത്യസമയത്ത് അവൻ എഴുന്നേൽക്കും, കൃത്യമായിട്ട് പഠിക്കും, കൃത്യമായിട്ട് സ്കൂളിൽ പോകും, നല്ല രീതിയിൽ ക്ലാസ്സിൽ പെർഫോം ചെയ്യും, ക്ലാസ്സിലെ 1-ാം സ്ഥാനത്താണ് ആയിരിക്കുക. വേറൊരു കുട്ടിയുണ്ട്, അവൻ ഒരു പോഴങ്കുഞ്ഞാണ്. അവനത്ര പഠിക്കാനൊന്നും മെച്ചപ്പെട്ടവനല്ല. അവൻ്റെ ഹോബീസ് എന്ന് പറയുക
മീൻ പിടിക്കുക, താറാവിനെ വളർത്തുക, അല്ലെങ്കിൽ പട്ടികളെ വളർത്തുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ലളിതമായിട്ട് ജീവിക്കുക. എല്ലാവരും ഇവനോട് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ നോക്കി കണ്ട് പഠിക്കണം, കാരണം പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാത്തിലും എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അവസാനം വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞു. നല്ലോണം പഠിച്ച കുട്ടി നല്ല ജോലി വാങ്ങിച്ചു. അമേരിക്കയിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലി, നല്ല സാലറി ഉണ്ട്, കുടുംബം അവിടെ സെറ്റിൽഡാണ്. അവൻ എല്ലാ ദിവസവും രാത്രി 9 മണിയാകുമ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട അപ്പനെയും അമ്മനെയും അമേരിക്കയിൽ നിന്ന് അവൻ വിളിക്കും. അപ്പനും അമ്മയും ആ വിളിച്ചെന്ന് ഫോൺ എടുക്കും. കൃത്യം 15 മിനിറ്റ് അവർ സംസാരിക്കും. അത് കഴിയുമ്പോൾ ഫോൺ ഓഫായി പോകും. എന്നാൽ അപ്പനും അമ്മയും തളർന്നു പോകുമ്പോൾ, അവർ രോഗാവസ്ഥയിലാകുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ അടുത്തിരുന്ന് കേൾക്കാൻ എപ്പോഴുമുള്ളത് ആ ഒരു പോഴനായ കുഞ്ഞാണ്. നമ്മുടെയൊക്കെ സൗഭാഗ്യങ്ങൾ എന്ന് പറയുക ഈ പോഴന്മാരുടെ ഔദാര്യമാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജീവിതത്തിൽ നമ്മൾ നേടി എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ നേടിയതാണോ, നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടതാണ്. എല്ലാം ഒരു ആപേക്ഷികമാണ്. അതുകൊണ്ട് വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. നിങ്ങൾക്കും ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ ഹൃദയത്തിലൊരു ദാരിദ്ര്യത്തിൻ്റെ അരൂപി ഉണ്ടായിരിക്കട്ടെ. ദൈവം എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.